ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള മധുഫൂൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാളൊക്കെ അടുത്തില്ലേ, നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റൈസാണ്. സാധാരണ നമ്മൾ മന്തി റൈസൊക്കെ റെഡിയാക്കുമ്പോൾ അതിൽ സ്മോക്കി ഫ്ലേവറും അതുപോലെ തന്നെ മസാല പൗഡറൊക്കെ വേറെയാണ്. ഇതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കണം. അപ്പോൾ ഇതിലേക്കുള്ള മസാല പൗഡർക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണ് മല്ലിയാണ്, അതുപോലെ തന്നെ ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു പീസ് പട്ട, പിന്നെ എടുത്തിട്ടുള്ളത് സാജീരകമാണ്, അതൊരു ടീസ്പൂണ്, പിന്നെ കുരുമുളക് 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ഗ്രാമ്പ് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ചൂടാക്കുന്ന ഒന്നുമില്ല കേട്ടോ, ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയില ഒരു പിടിയോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുണ്ട്, അതുകൊണ്ട് ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ചേർത്ത് കൊടുക്കണേ. പിന്നെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പീസ് ബട്ടറാണ്, ഈ ഒരു സൈസ് ബട്ടർ എടുക്കണം, അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ആ ഒരു ഫസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.25 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മല്ലി പുതിന വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആദ്യം മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കനിലേക്കുള്ള ഒരു മസാല കൂട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ചിക്കന് ഞാനിതിവിടെ സ്കിന്നോടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓവൻ്റെ പ്ലേറ്റിൽ ഒരു 3 ഇതുപോലത്തെ ഒരു ഫോയിലൊന്ന് വിരിച്ചിട്ട് അതിന് ശേഷമാണ് മസാല പുരട്ടി കൊടുക്കുന്നത്. അപ്പം നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് എല്ലാം എടുത്താവുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ ഇത് കവർ ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഈ ഒരു ഫോയിൽ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളമൊന്നും നമുക്ക് ഓവനിലേക്ക് ആവില്ല, അതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം വേവിച്ചെടുക്കുക. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ആ ഒരു റൈസ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇവിടെ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഗ്രില്ലിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഓവറായിട്ട് മസാലപ്പൊടികളൊന്നുമില്ല, നമ്മൾ ആദ്യം ആ ഒരു തയ്യാറാക്കിയിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ, മസാല പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളതൊരു 20 മിനിറ്റ് കുതിരാൻ വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 ഗ്ലാസ് മൈനസ് ചെയ്തിട്ട് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് റെഡിയായി കിട്ടും. ഇതുപോലെ ആയിട്ട് തന്നെ കിട്ടും. ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം വിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 20 മിനിറ്റ് തുറന്ന് വെച്ചും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബദാം മസ്റ്റാണ്, ബദാം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, പിസ്ത, അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. ചിക്കൻ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല കൂട്ടിൽ ഈ ചിക്കൻ തയ്യാറാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു മണമൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ഉള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി, അങ്ങനെയൊക്കെ ആണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിക്കൻ മതി, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ റൈസ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്